നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വ്യായാമം കിട്ടുന്നുണ്ടോ? ഇല്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2013-14 വർഷത്തിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിയ പഠനത്തിൽ ഇന്ത്യയിലെ പകുതിയിലേറെ ആളുകൾക്കും വ്യായാമക്കുറവ് കൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളിൽ വ്യായാമമില്ലായ്മ പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയും ഈ വിഷയത്തിൽ നടത്തിയ പഠനങ്ങൾ IICMRന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നുണ്ട്. കോവിഡിന് ശേഷം കുട്ടികളുടെ സ്ക്രീൻ ടൈമിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധന കുട്ടികളിൽ നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒരു തലമുറയ്ക്ക് മുൻപ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന പൊതു കളിസ്ഥലങ്ങൾ പലതും ഇന്നുണ്ടോ? രോഗങ്ങളെ സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ പുതുതായി ചേർത്ത മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഗെയിമിംഗ് ഡിസോർഡർ. സൈബർ ഗെയിമുകളിൽ നിരന്തരം വ്യാപരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗെയിം അഡിക്ഷനാണത്. ഇൻസ്റ്റ പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ പല ഫിൽറ്ററുകളും ഉപയോഗിക്കാം. സ്വന്തം മുഖവും ശരീരവും കൂടുതൽ ആകർഷകമാക്കാൻ ഫിൽറ്ററുകൾക്ക് കഴിയും. പതുക്കെ സ്വന്തം മുഖത്തോടും ശരീരത്തോടും തോന്നുന്ന അപകർഷതാ ബോധമാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. നിരന്തരമായി നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതും മറ്റുള്ളവരുടെ കമന്റുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുമൊക്കെ അമിതമായാൽ അതെല്ലാം മാനസിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം. ലൈക്കിനും കമന്റിനും വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന കുട്ടികൾ യഥാർത്ഥ ജീവിതത്തിലും എപ്പോഴും അത് പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായ ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ അവർ പെട്ടെന്ന് തളർന്നു പോകുന്നു. നിരന്തരമായി സ്ക്രോൾ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ക്ഷീണം, തുടർച്ചയായി ബ്ലൂ ലൈറ്റ് കണ്ണിൽ പതിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ എന്നിവ പുതിയ തലമുറയെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങളാണ്. സ്ലീപ്പിംഗ് ഹൈജീൻ കുട്ടികൾക്ക് കുറയുന്നു. ഇതുകൂടാതെ മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും പ്രശ്നങ്ങൾ മറുവശത്തുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന നിലയിലാണ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചത്. ലാറ്റിൻ അമേരിക്കൻ ഡാൻസറും ഫിറ്റ്നസ് ട്രെയിനറുമായ ആൽബർട്ടോ ബെറ്റോ പെറസ് വികസിപ്പിച്ച ഒരു നൃത്ത വ്യായാമ മുറയാണ് സൂംബ. ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ക്യൂബ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലുണ്ടായിരുന്ന പല സ്വഭാവമുള്ള നൃത്തരൂപങ്ങളുടെ സമന്വയമാണ് സൂംബ. കലോറി കുറയ്ക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെയും പേശികളുടെയും ചലനത്തിനും ഇത് ഉത്തമമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു. സൂംബ ഡാൻസ് കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നർത്ഥമില്ല. നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെ ഊർജ്ജത്തെ പോസിറ്റീവായ രീതിയിൽ ഇത് വഴിതിരിച്ചു വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണ വ്യായാമ മുറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനൊരു താളമുണ്ട്. സൂംബയിൽ വിനോദവും വ്യായാമവും സമന്വയിക്കപ്പെടുന്നു. അലയടിക്കുന്ന താളത്തിന്റെ സൗന്ദര്യവും ചുവടുകളുടെ ഐക്യവുമെല്ലാം കുട്ടികളുടെ കൂട്ടായ്മയെയും പരസ്പര സഹകരണ മനോഭാവത്തെയും വർദ്ധിപ്പിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ചലനങ്ങൾ ഓർത്തിരിക്കേണ്ടതുകൊണ്ട് ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കും താളാത്മക വ്യായാമ മുറകൾ നല്ലതാണ്. ഉത്കണ്ഠ, ഭയം, ഏകാഗ്രത ഇല്ലായ്മ ഇവയെല്ലാം കുറയ്ക്കാനും സാധിക്കും. അക്കാദമിക അന്തരീക്ഷത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്നും കുറെ സമയത്തേക്കെങ്കിലും മോചിപ്പിക്കും. ഔട്ട്ഡോർ ഗെയിമുകൾ കുറഞ്ഞ ജെൻസി തലമുറയ്ക്ക് ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും സൂംബ പ്രയോജനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കിയ സൂംബ ഡാൻസിനെ സംബന്ധിച്ച് ചില സംഘടനകളിൽ നിന്ന് പ്രതിഷേധമുണ്ടായി. വ്യായാമത്തിലെ നൃത്തമാണോ, നൃത്തത്തിന്റെ സംഗീതമാണോ, വസ്ത്രധാരണമാണോ, ഇടകലരാണോ അവരുടെ പ്രശ്നമെന്ന് വ്യക്തമല്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ അവർ ആദ്യം ചെയ്തത് നാട്ടിലെ സംഗീതവും നൃത്തവും നിരോധിക്കലായിരുന്നു. ഇറാനിലും ചലച്ചിത്രത്തിനും സംഗീതത്തിനും നൃത്തത്തിനും എല്ലാം നിയന്ത്രണങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ അടുത്ത കാലത്ത് നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. സംഗീതവും നൃത്തവും അവിശുദ്ധമാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ PTA ഉൾപ്പെടെയുള്ള ഭരണസമിതിയുണ്ട്. ഓരോ കുട്ടിക്കും പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനുവാദം നൽകാനും നൽകാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾക്കുമുണ്ട്. ഇത്തരം സ്വാതന്ത്ര്യം നിലനിൽക്കെ ഈ വ്യായാമ നൃത്ത മുറയ്ക്കെതിരെ മതസംഘടനകൾ വാളെടുക്കുന്നത് എന്തിനാണ്?